ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചാപ്റ്റർ വൈസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ, കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കോ, ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ദം ഇൻ പ്ലെന്റി ആർ ഗിവൺ ബിലോ. മാച്ച് ദം ഡ്രോയിങ് ലൈൻസ്. ഇവിടെ തന്നിട്ടുണ്ട്. പോഷകഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിരിക്കുന്നു. അവ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കാനാണ്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് കാർബോഹൈഡ്രേറ്റ്സ്. ഏതാണ് കാർബോഹൈഡ്രേറ്റ്സ്? സെറൽസ്, ധാന്യങ്ങളാണ് അല്ലേ. മിനറൽസ് ഏതാണ്? ലീഫി വെജിറ്റബിൾസ്. ഫാറ്റ്, ഓയിൽസ്, പ്രോട്ടീൻ, പൾസസ്, എഗ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ധാന്യങ്ങൾ, ധാതുക്കൾ എന്ന് പറയുന്നത് ഇലക്കറികൾ, കൊഴുപ്പ് എന്ന് പറയുന്നത് എണ്ണയിലാണ് അടങ്ങിയിരിക്കുന്നത്, പ്രോട്ടീൻ പയറുവർഗ്ഗങ്ങളിലും മുട്ടയിലും ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. Which is the health issue faced by a person who doesn't eat food containing iodine? അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? ഗോയിറ്റർ. ഗോയിറ്റർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. അവർ ബോഡി കാൻ ഡൈജസ്റ്റ് ഫൈബർ. If so, why it is said that we should eat food items which contain fiber? എന്താണ്? നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. പിന്നെ എന്തിനാണ് നാരുകളുള്ള ഭക്ഷണം നാം കഴിക്കുന്നത്? ഫൈബേഴ്സ് ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ആൻഡ് എജഷൻ ഓഫ് ഫേസസ് ത്രൂ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻസ്. അപ്പം ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് ആരാണ്? നാരുകളാണ്. അതുകൊണ്ടാണ് നാരുകൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്. Okay, fourth question. Which nutrient is required for the health of teeth? From which food items do we get this nutrient? അപ്പോൾ പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് പോഷകഘടകങ്ങളാണ് വേണ്ടത്? ഈ പോഷകഘടകം നമുക്ക് ഏതെല്ലാം ആഹാര വസ്തുക്കളിൽ നിന്ന് ലഭിക്കും? പല്ലിൻ്റെ എല്ലിൻ്റെയൊക്കെ എന്തോന്നാണ്? വൈറ്റമിൻ സി. ഏതിൽ നിന്നാണ് കിട്ടുന്നത്? ഗൂസ്ബെറി, ലെമൺ, ഫ്രൂട്ട്, മൊറിങ്ക ലീവ്സ്, പപ്പായ. ഏതൊക്കെ വൈറ്റമിൻ സി കിട്ടുന്ന? നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, പിന്നെ മുരിങ്ങയില, പപ്പായ എന്നൊക്കെ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ടീച്ചർ ഗേവ് മീ ആൻ അയൺ ടാബ്ലറ്റ്സ് ടുഡേ ബട്ട് ഐ ഡിഡ് നോട്ട് ഈറ്റ് ഇറ്റ്. ഡു യു അഗ്രി വിത്ത് അരുണ? വൈ? ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു, പക്ഷെ ഞാൻ അത് കഴിച്ചില്ല. അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? യോജിക്കുന്നുണ്ടോ? ഇല്ല. Iron is necessary for the production of hemoglobin in blood. Iron tablets are supplied in schools to prevent the deficiency of iron which causes anemia. നമ്മൾ ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട്? അയൺ ഗുളിക സ്കൂളിൽ നിന്ന് കൊടുത്തിട്ട് കഴിക്കാതിരിക്കുന്നതിനോട് യോജിക്കുന്നുണ്ട്? ഇല്ല. കാര്യം എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് അയൺ ആവശ്യമാണ്. അനീമിയ, അതായത് വിളർച്ച പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവും അയണിന്റെ അഭാവത്തിൽ. അയൺ ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാവും. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ തന്നെ അയൺ ഗുളികകൾ വിതരണം ചെയ്യുന്നത്. കേട്ടല്ലോ. അയൺ ടാബ്ലറ്റ്സ് കിട്ടിയ ചില കുട്ടികൾ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ട് കളയും. ടീച്ചർമാരാരും കാണാതെ. അത് കളയാൻ പാടില്ല, അത് കഴിക്കുക തന്നെ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ അവർ ബോഡി ഇൻ ലെസർ ക്വാണ്ടിറ്റീസ്. ഹെൻസ് ഇറ്റ് ഈസ് ഇനഫ് to include small quantities of food items which contain them in our diet. This is a child's opinion. Do you agree with this? Why? അതായത് വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ച് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഒരു കുട്ടിയുടെ അഭിപ്രായമാണിത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്?
ഇല്ല. യോജിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ്? നോട്ട് എഗ്രി. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് ഓൺലി. ഹവർ ഇഫ് ദേ ആർ നോട്ട് അവൈലബിൾ ടു ദ ബോഡി ഇൻ ദ റിക്വയർഡ് ക്വാണ്ടിറ്റി, ഡെഫിഷ്യൻസി ഡിസീസസ് ആർ ബൗണ്ട് ടു മാനിഫെസ്റ്റ്. അപ്പോൾ വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. ഓക്കെ, ഇത്രയാണ് ലെറ്റേഴ്സസ് ഉള്ളത്. ഇനി ബാക്കി കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം ഓരോന്നായിട്ട്. കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രാധാന്യം എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു, എന്താണ് അതിൻ്റെ യൂസ് എന്നൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റൈൻഡ് ഫ്രം carbohydrates. Carbohydrate is found in food items in different forms like starch, sugar, glucose, cellulose and fibers. Starch is present in abundance in cereals and tubers. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായി ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങു വർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. ഓക്കെ, ഇതിന്ന് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം. അടുത്ത, വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്? പ്രധാനപ്പെട്ട പോഷകഘടകങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡു വി ഈറ്റ് ന്യൂട്രിയന്റ് റിച്ച് ഫുഡ്? നാം എന്തിനാണ് പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുന്നത്? എന്തിനാണ്? All food items may not contain all essential nutrients in adequate quantity. Hence, we eat a variety of food items prepared using different ingredients. The quantity of food we eat, its quality and time of consumption influence our health. So, everyone should eat nutritious food. അപ്പോൾ നാം ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ, നാം കഴിക്കുന്ന ആഹാരത്തിൽ എല്ലാ പോഷകഘടകങ്ങളും ഉണ്ടാകണമെന്നില്ല. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കണം. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ഓക്കെ, അടുത്ത, പ്രോട്ടീൻ. Protein is a nutrient essential for growth and body building. Protein is required for the health of muscles, hair and skin. However, proteins provide energy. Deficiency of protein cause diseases like kwashiorkor and marasmus. അതൊക്കെ ഓൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പ്രോട്ടീൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കേസസ് ഡിസീസസ് ഏതൊക്കെയാണ്? ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷകഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീന്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് പ്രസന്റ് ഇൻ അബാൻഡൻസ് ഇൻ സീറൽസ് ആൻഡ് ട്യൂബേഴ്സ്. ധാന്യങ്ങൾ, കിഴങ്ങു വർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഡാഷ് ആണ്. എന്താണ്? സ്റ്റാർച്ച്, അന്നജമാണ്. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജം ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും? അയഡിൻ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടെത്താം. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ഇഫ് സ്റ്റാർച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ഫുഡ് വി ഈറ്റ്? എന്താണ്? അയഡിൻ ടെസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, have you heard doctors advise not to eat too much fatty food? What could be the reason? കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താകാം കാരണം? എന്താണ്? കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ്. A moderate amount of cholesterol is required for the body. If there is excess cholesterol in the blood, it gets deposited in the inner wall of blood vessels and prevent blood flow. This may cause fatal diseases like stroke and heart failures. അപ്പോൾ ഒന്നൊന്നാണ്, കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? കൊഴുപ്പിൻ്റെ
ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമായി മാറും. ഓക്കെ, അടുത്ത ഇതെന്താ ടെസ്റ്റിൽ തന്നെ തന്നിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്ക്, വൈറ്റമിൻ എ, അതിന്റെ പ്രാധാന്യം, ഓരോന്നിന്റെയും പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് ഓരോ വൈറ്റമിൻസിന്റെ. വൈറ്റമിൻ എ മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ ആൻഡ് ഹെയർ. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ്. വിറ്റാമിൻ എ നോൺവേഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഇപ്പൊ ത്വക്കിന്റെ ആരോഗ്യത്തിന് ഏത് വൈറ്റമിനാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ, വിറ്റാമിൻ എ. അടുത്ത വൈറ്റമിൻ ബി മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ബ്രെയിൻ, നെർവസ്, ഹാർട്ട് ആൻഡ് സ്കിൻ. എന്താണ് വൈറ്റമിൻ ബി? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അടുത്ത വൈറ്റമിൻ സിയോ ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗം, ബ്ലഡ് വെസൽസ് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. വൈറ്റമിൻ സി എന്തിനൊക്കെ? പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന്, രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമാണ്. അടുത്ത വൈറ്റമിൻ ഡി ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. വൈറ്റമിൻ ഡി എന്തിനാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന്, രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ ഡി ആവശ്യമാണ്. അടുത്ത വൈറ്റമിൻ ഇ ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവ്സ്. എന്താണ് വൈറ്റമിൻ ഇ? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഇ ആവശ്യമാണ്. അടുത്ത വൈറ്റമിൻ കെ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് വെൻ വൗണ്ട്സ് ഒക്കെ. വൈറ്റമിൻ കെ എന്തോന്നിനാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് വൈറ്റമിൻ കെ ആവശ്യമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ട് പഠിക്കണം. അടുത്ത് നോക്ക്, വൈറ്റമിൻസും ഫുഡ് ഐറ്റംസ്. ഓരോ വൈറ്റമിനും അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്നാണ്. വൈറ്റമിൻ എ ഏതിലൊക്കെ കാണാം? ഫിഷ്, ക്യാരറ്റ്, അമരന്തസ്, മിൽക്ക് പ്രോഡക്ട്സ്, ലിവർ, പീ ലീവ്സ്, ടാരോ ലീവ്സ്, മൊരിങ്ക ലീവ്സ്. വിറ്റാമിൻ ഏതിലൊക്കെ? മത്സ്യം, ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, ഇതിലെല്ലാം വൈറ്റമിൻ എ കാണാം. അടുത്ത് വൈറ്റമിൻ ഇ ഏതൊക്കെയാണ്? മട്ട, റൈസ്, സ്പിനാച്ച്, ബ്രാൻ ഓഫ് സീറൽസ്, എഗ്, മിൽക്ക്, ടാരോ ലീവ്സ്. വിറ്റാമിൻ ബി ഏതിലാണ്? മട്ടേരി, ചീര, ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പിലയിലൊക്കെ കാണുന്നു. വൈറ്റമിൻ സി ഗൂസ്ബെറി, ലെമൺ, ഫ്രൂട്ട്സ്, മൊരിങ്ക ലീവ്സ്, പപ്പായ, നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, മുരിങ്ങയില, പപ്പായയിലൊക്കെ വൈറ്റമിൻ സി കാണുന്നു. അടുത്ത് വൈറ്റമിൻ ഡി ഫിഷ്, എഗ്, മഷ്റൂം, ലിവർ, മിൽക്ക് പ്രോഡക്ട്സ്. വൈറ്റമിൻ ഡി ഏതിലൊക്കെയാണ്? മത്സ്യം, മുട്ട, കൂൺ, കരൾ, പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ വൈറ്റമിൻ ഡി കാണുന്നു. അടുത്ത് വൈറ്റമിൻ ഇ പീനട്ട്, ആൽമണ്ട്, വെജിറ്റബിൾ ഓയിൽസ്, ബ്രോക്കോളി, അവോക്കാഡോസ്. വൈറ്റമിൻ ഇ അതിലൊക്കെയാണ് കാണുന്നത്? നിലക്കടല, ബദാം, സസ്യ എണ്ണകൾ, ബ്രോക്കോളി, അവക്കാഡോയിലൊക്കെ കാണുന്നു. വൈറ്റമിൻ കെ ഏതിലൊക്കെയാണ്? ക്യാബേജ്, കോളിഫ്ലവർ, അമരന്തസ്, കിവി ഫ്രൂട്ട്, ബ്ലൂബെറീസ്. വൈറ്റമിൻ കെ കാണുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, ചീര, കിവി, ബ്ലൂബെറിയിലൊക്കെ വൈറ്റമിൻ കെ കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് മിനറൽസും ഫുഡ് ഐറ്റംസ് സിഗ്നിഫിക്കൻസ്. പ്രധാന ധാതുക്കൾ ഏതാണെന്നും അതടങ്ങിയിരിക്കുന്ന ആഹാരം ഏതൊക്കെയാണെന്ന് അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് തന്നിരിക്കുന്നത്. അയൺ ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണ് കാണുന്നത്? ലീഫി വെജിറ്റബിൾസ്, ജോഗറി, ഫിഷ്, ലിവറിലൊക്കെ കാണുന്നു. അതിന്റെ പ്രാധാന്യം എന്തോന്നാണ്? പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, അയൺ ഏതിലൊക്കെ അടങ്ങിയിരിക്കുന്നു? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ, അതിലെ ആ ആഹാര വസ്തുക്കളിലൊക്കെ അയൺ അടങ്ങിയിരിക്കുന്നു. അടുത്ത് കാൽസ്യം ഏതൊക്കെയാണ് ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്? എഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ്. ഏതിലൊക്കെ? മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം എന്നിവയിലൊക്കെ കാൽസ്യം അടങ്ങിയിരിക്കുന്നു. ഹെൽപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് എക്സെട്ര ആൻഡ് ആൾസോ ഹെൽപ്പ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ഏതൊക്കെ? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന്, കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു കാൽസ്യം. അടുത്ത അയഡിൻ ആണെങ്കിലോ ഫുഡ് ഐറ്റംസിൽ ഏതൊക്കെയാണ്? സീ ഫുഡ്സിൽ കാണുന്നുണ്ട്. കടൽ വിഭവങ്ങളിലാണ് അയഡിൻ കൂടുതൽ കാണുന്നത്. എന്താണ് പ്രാധാന്യം? ഹെൽപ്സ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്സ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഓക്കെ, അടുത്ത
What health issues will occur if you don't get an adequate quantity of vitamin D? വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും? ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി, റിക്കറ്റ്സ് ഈസ് എ ഡിസീസ് കേസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. അപ്പോൾ എന്താണ്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഡി ആവശ്യമാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. ഓക്കെ, റിക്കറ്റ്സ്. അടുത്ത വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണെന്ന്, അതിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന്, ആ വൈറ്റമിൻസ് ഇല്ലാതെ ആകുമ്പോഴത്തേക്കുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് തന്നിരിക്കുന്നത്. വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഏതാണ് വിറ്റാമിൻ എ? നിശാന്തത എന്ന രോഗം ബാധിക്കില്ല വിറ്റാമിൻ എ ഇല്ലെങ്കിൽ. വൈറ്റമിൻ ബി കുറവാണെങ്കിൽ എന്തോന്നാണ്? ഗ്ലോസിറ്റിസ്, മൗത്ത് അൾസർ, നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും പിന്നെ വായ്പുണ്ണും. വൈറ്റമിൻ സി ആണെങ്കിൽ ബ്ലീഡിംഗ് ഗം, സ്കർവി, മോണയിൽ നിന്നുള്ള രക്തസ്രാവം. വൈറ്റമിൻ സി കുറയുകയാണെങ്കിൽ. വൈറ്റമിൻ ഡി ആണെങ്കിൽ റിക്കറ്റ്സ്. വിറ്റാമിൻ ഡി എന്തോന്ന്? കണാരോഗത്തിന് കാരണമാകുന്നു, റിക്കറ്റ്സിന് കാരണമാകുന്നു. ഓക്കെ, അടുത്ത് വാട്ട് ഈസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? നിശാന്തത എന്ന് പറഞ്ഞാൽ എന്തോന്നാണെന്ന്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് എ പുവർ വെർഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. പേഴ്സൺസ് വിത്ത് night blindness have no issues in vision during daytime and in bright light at night. അപ്പോൾ ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന ഒരു കാഴ്ചക്കുറവാണ് നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെന്റ് ഗോയിറ്റർ? വൈ? എന്തുവാണ്? ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്? കടൽ വിഭവങ്ങളാണ്. ഗോയിറ്റർ ഈസ് caused by the deficiency of iodine. Iodine is obtained from seafood. കടൽ വിഭവങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അയഡിന്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. സമുദ്ര വിഭവങ്ങളിൽ നിന്നാണ് അയഡിൻ കൂടുതലായി ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെന്റ് ഓസിയോപോറോസിസ്? അതായത് ഓസിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഏതൊക്കെയാണ്? ഡയറി പ്രോഡക്ട്സ്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ്, എഗ്, പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ, മത്സ്യം, മുട്ട എന്നിവ നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, അടുത്ത മിനറൽസ്, അതിൻ്റെ ഡിസീസസ്, ഡെഫിഷ്യൻസി ഡിസീസസ്, ധാതുക്കളുടെ അപര്യാപ്തതയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന്. അയൺ ആണെങ്കിൽ എന്തോന്നാണ്? അനീമിയ. അയോഡിൻ ആണെങ്കിൽ എന്തോന്നാണ്? ഗോയിറ്റർ. കാൽസ്യം ആണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ്. അയൺ, അനീമിയ, അയോഡിൻ, ഗോയിറ്റർ, കാൽസ്യം, ഓസ്റ്റിയോപൊറോസിസ്. അടുത്ത ഫൈബേഴ്സ്, നാരുകൾ. ഇതൊക്കെ അല്ലാതെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫൈബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത് തന്നെ എഴുതിയാൽ മതി. ഫൈബേഴ്സ് ആർ ദ സെല്ലുലോസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് കാൺ be digested by our body. Fibers are not nutrient components. However, fibers facilitate digestion and adhesion of waste through the large intestine. Cereals with bran leafy vegetables, banana stem, banana flower, etc. contain fibers in abundance. അപ്പോൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതിനും ശരീരത്തിന് ദഹിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ എന്ന് പറയുന്നത്. നാരുകൾ പോഷകഘടകമല്ല, എങ്കിലും ദഹനം, വൻകുടലുകളുടെ വിസർജ്യ വസ്തുക്കളുടെയും പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൊമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, അടുത്ത് വി മസ്റ്റ് ഡ്രിങ്ക് പ്ലെന്റി ഓഫ് പ്യുവർ വാട്ടർ. വൈ? ധാരാളം ശുദ്ധജലം കുടിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? About 70% of our body is comprised of water. Water is essential for physiological activities like digestion, circulation, and excretion. Water is lost from a body through urine and sweat. So we must drink plenty of pure water. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണ്. ദഹനം,
രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടവും ഉണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്? എന്താണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്? ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഹെൽത്ത് വി ഷുഡ് ഫോളോ എ ഡയറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇൻ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റീസ്. സച്ച് എ ഡയറ്റ് ഈസ് കാൾഡ് ബാലൻസ്ഡ് ഡയറ്റ്. അതായത് ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമങ്ങൾ നാം ശീലിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ അത് ഓൺമേഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഹീമോഗ്ലോബിൻ ഈസ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. എവിടെയാണ് ഹീമോഗ്ലോബിൻ കാണുന്നത്? റെഡ് ബ്ലഡ് സെൽസിലാണ്. ഇറ്റ് എംബാക്ക് റെഡ് കളർ to blood. Hemoglobin carries oxygen to the cells and bring back carbon dioxide. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ. അത് ചോദിക്കാം ഓൺവേഡ് ക്വസ്റ്റ്യൻ ആയിട്ട്. ഹീമോഗ്ലോബിന്റെ യൂസസ് എന്താണ്, ഫംഗ്ഷൻ എന്താണ്, നേട്ടം എന്തോന്നാണ്? ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽ ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡയോക്സൈഡ്. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയ്ക്ക് എന്താണ്? അനീമിയ. ഏതവസ്ഥയാണ്? ഹീമോഗ്ലോബിൻ കുറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നത് അനീമിയ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.